എറിയൽ കഴിഞ്ഞ വ്യക്തി അന്ന് ചെയ്യേണ്ട മറ്റൊരു അമൽ മുടിയെടുക്കലാണ്. ഈ ജംറത്തുൽ അഖബയെ എറിയുക എന്ന് പറയുക ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. ഹജ്ജിൻ്റെ വാജിബാത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ വാജിബാത്തിൽപ്പെട്ടതാണ്, റുക്കനല്ല, വാജിബാത്തിൽപ്പെട്ടതാണ്. ഇനി അന്ന് ചെയ്യേണ്ട മറ്റൊന്നാണ് ഏറ് കഴിഞ്ഞതിന് ശേഷം മുടിയെടുക്കൽ റുക്കനുകളിൽപ്പെട്ടതാണ്. അതിന് ബദൽ സംവിധാനമില്ല, മുടിയെടുത്തേ പറ്റൂ, എങ്കിലേ അവൻ്റെ ഹജ്ജ് പൂർത്തിയാവും. അപ്പോൾ അതുകൊണ്ട് മുടിയെടുക്കുക. മുടി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം തല മുണ്ടനം ചെയ്യലാണ്. തല മുണ്ടനം ചെയ്യുക, മുടി മൊത്തത്തിൽ വടിച്ച് കളയലാണ് സുന്നത്ത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലഖീൻ, അല്ലാഹുമ്മ റഹമിൽ 3 പ്രാവശ്യം ദുആയിരുന്നു. അള്ളാഹു തല മുണ്ടനം ചെയ്യുന്നവർക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം സഹാബത്ത് വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, മുടി വെട്ടുന്നവർക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-ാം പ്രാവശ്യമാണ് വൽ മുഖസ്സിരീൻ, മുടി വെട്ടുന്നവർക്ക് എന്ന് പറഞ്ഞ് ദുആ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ തലമുണ്ടനം ചെയ്യണം, അതാണ് ഏറ്റവും അഫ്ളൽ. അവിടെ നിർബന്ധം എത്രയേ ഉള്ളൂ, തലയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 മുടിയെങ്കിലും നീക്കലേ നിർബന്ധമുള്ളൂ. 3 മുടി. ഇതാണ് അത് കളയൽ കൊണ്ടാണെങ്കിലും ശരി, വെട്ടൽ കൊണ്ടാണെങ്കിലും ശരി, ഇതൊക്കെ അത്ര നിർബന്ധമുള്ളൂ. പക്ഷേ പുരുഷനെ സംബന്ധിച്ച് തല മുണ്ടനം ചെയ്യൽ സുന്നത്താണ്. ഇനി അതല്ലെങ്കിൽ അവൻ്റെ തലമുടി ഒന്നടങ്കം മൊത്തത്തിൽ വെട്ടുക, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അത് 2ാമത്തെ പടിയാണ്. ഏറ്റവും സുന്നത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ അവളുടെ മുടികളുടെ മൊത്തത്തിൽ ടോട്ടൽ പിടിച്ച് ആ മുടിയുടെ തലയിൽ നിന്ന്, തുമ്പിൽ നിന്ന് ഒരു നമ്മളുടെ വിരൽ തുമ്പിൻ്റെ കണക്കനുസരിച്ച് ഒന്നടങ്കം കൂട്ടിയിട്ട് വെട്ടുക. അതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം. 3 മുടി നീക്കിയാലും പെണ്ണിൽ നിന്ന് പുരുഷനെ കൊണ്ട് പറഞ്ഞതുപോലെ ഫറദ് വീടും, അവൾക്ക് ഉത്തമം അങ്ങനെയാണ്. സ്ത്രീ ഒരിക്കലും തലമുണ്ടനം ചെയ്യാൻ പാടുള്ളതല്ല. എന്ന് മാത്രമല്ല, ഭർത്തൃമതിയായ പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ തലമുണ്ടനം ചെയ്യൽ ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ അത്തരം വിഷയങ്ങളൊന്നും ചെയ്യാറുണ്ടാവില്ല. പിന്നെ അതോടൊപ്പം പുരുഷന്മാർ തൻ്റെ മീശ, താടി പോലത്തതിൽ നിന്നൊക്കെ അല്പം എടുക്കൽ സുന്നത്താണ്. മറ്റു കാര്യങ്ങളെല്ലാം സുന്നത്താണ്. ഇത് നിർബന്ധമായത് മുടിയെടുക്കൽ മാത്രമാണ്. കിബിരക്ക് മുന്നിട്ട് നിന്നായിരിക്കുക, ആദ്യം വലഭാഗത്തിൽ നിന്നായിരിക്കുക. ഇതുകളെല്ലാം അവിടുത്തെ മിനയിൽ സാധാരണഗതിയിൽ അതിനുവേണ്ടി സംവിധാനിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടെ പോയിട്ടായിരിക്കും നാം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗതി അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഇവർക്ക് അവിടെ മുന്നിടാൻ സൗകര്യപ്പെട്ടില്ല എന്ന് വന്നേക്കാം. ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ സുന്നത്തുകളൊക്കെ എടുക്കൽ നാം എന്ത് ചെയ്യണം, എടുക്കുകയും വേണ്ടതാണ്. അവിടെയുള്ള ദിക്റുകളുണ്ട്. ഈ ദിക്റുകളൊക്കെ അവർ ചൊല്ലിക്കൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതോടുകൂടി ഇദ്ദേഹം എറിഞ്ഞു, മുടിയെടുത്തു. ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും സിവിൽ ഡ്രസ്സ് ധരിക്കാം. ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു. ഹജ്ജിനിക്ക് 2 തഹല്ലുലുണ്ട്. വിശദമായി നമുക്ക് പിന്നീട് പറയാം. 2 തഹല്ലുല്. ഈ 2 തഹല്ലുലിൽ നിന്ന് ഒന്നാമത്തെ തഹല്ലുലായി 2 കാര്യം ചെയ്താൽ, മുടിയെടുത്ത് എറിഞ്ഞ് ജംറത്തുൽ അഖബയെ ഫസ്റ്റിൽ അന്ന് എറിഞ്ഞ് പിന്നീട് മുടിയെടുക്കുകയും ചെയ്താൽ ഫസ്റ്റ് തഹല്ലുലായി. അതുകൊണ്ട് തന്നെ ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധം അല്ലാത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും പുരുഷനെ സംബന്ധിച്ച്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഹലാലാകുന്നതാണ്. അപ്പോൾ നമുക്ക് സിവിൽ ഡ്രസ്സ് ധരിക്കാം, സാധാരണ ഡ്രസ്സ് ധരിക്കാം. സ്ത്രീയെ സംബന്ധിച്ച് കയ്യും മുഖവും മറക്കണം. ഇതുകളൊക്കെ ചെയ്യാവുന്നതാണ് തഹല്ലുലായി. ഇനി അന്ന് ചെയ്യാവുന്ന മറ്റൊരു രൂപം, ഒരു പ്രധാനപ്പെട്ട അമലാണ് ഞാൻ പറയുന്നത്, ഇഫാദത്തിൻ്റെ തവാഫ്. ഇഫാദത്തിൻ്റെ തവാഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ തവാഫ്. നേരത്തെ നമ്മൾ മക്കയിലേക്ക് ചെന്നപ്പോൾ ചെയ്ത് ഖുദൂമിൻ്റെ തവാഫ് സുന്നത്താണ്. ആവശ്യമുള്ളവർ ചെയ്താൽ മതി, പറ്റുന്നവർക്ക് ചെയ്താൽ, ചെയ്തില്ല എന്നതുകൊണ്ട് ചെയ്യണം, ചെയ്തില്ല എന്നതുകൊണ്ട് പ്രശ്നമില്ല. നേരെ മറിച്ച് ഇനി ചെയ്യാൻ പോകുന്ന തവാഫ് ഇഫാദത്തിൻ്റെ തവാഫ്, അത് നിർബന്ധമായ തവാഫാണ്. ഇത് ഹജ്ജിൻ്റെ റുക്നുകളിൽപ്പെട്ടതാണ്. ഇതിന് ബദലില്ല. നേരത്തെ മുടിയെടുക്കൽ പറഞ്ഞതുപോലെ മുടിയെടുക്കൽ റുക്നാണ്, അതിന് ബദൽ വെക്കാൻ സാധ്യമല്ല എന്നതുപോലെ
ഈ തവാഫ് ഇഫാദത്തിൻ്റെ തവാഫ് നിർബന്ധമാണ്. അതുകൊണ്ട് ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇഫാദത്തിൻ്റെ തവാഫിന് പോകുന്നു മിനയിൽ നിന്ന്. സാധാരണ സിവിൽ ഡ്രസ്സ് ധരിക്കുന്നു. അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാലിൽ എന്ത് ചെയ്യാം? സോക്സ് ധരിക്കാം. അപ്പോൾ സോക്സ് കരുതുന്നത് നല്ലതാണ്. കാരണം ഇനി കാലൊക്കെ തട്ടി മുറിയുന്ന പ്രശ്നം തവാഫിൽ ഉണ്ടാവാതിരിക്കാൻ സോക്സ് ധരിക്കാം. സ്ത്രീ കയ്യും മുഖവും മറച്ചിരിക്കണം. അവളുടെ മുങ്കയും മുഖവും മറച്ച്. കാരണം അവൾ എന്ത് ചെയ്തു? ഒന്നാം തഹല്ലുലായി. ഇപ്പോൾ അവളെന്തായി? മുങ്കയും മറക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ എന്തെങ്കിലും ഗ്ലൗസ് കരുതണം. അവൾ എന്ത് ചെയ്യണം? ഹിമാർ മുഖമക്കനെയും കരുതിയിരിക്കണം. മറച്ചിട്ടായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. സോക്സ് ഏതായാലും സ്ത്രീയെ സംബന്ധിച്ചുണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഏത് തവാഫിലായാലും നേരത്തെ വുളുമായി ബന്ധപ്പെട്ട നമ്മളൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, വുളു ഷാഫി മദ്ഹബ് അനുസരിച്ച് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി സ്പർശിച്ചാൽ ഇങ്ങോട്ട് വന്ന് തൊട്ടാലും അങ്ങോട്ട് ചെന്ന് തൊട്ടാലും വുളു മുറിയും. വുളു പോയിട്ട് എടുക്കേണ്ടതാണ്. ഇത് പ്രബലമായ അഭിപ്രായം. ചില സാഹചര്യത്തിൽ വല്ല കാരണവശാലും ഇങ്ങനെ വുളു മുറിഞ്ഞാൽ എന്തു ചെയ്യും? അവിടെ ആ സമയത്ത് വുളു എടുക്കാൻ പ്രയാസകരമാണെങ്കിൽ ഷാഫി മദ്ഹബിൽ രണ്ടാമത്തെ അഭിപ്രായം, ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ തൊട്ടവൻ്റെ വുളുവേ മുറിയൂ, തൊടപ്പെട്ടവൻ്റെ വുളു മുറിയില്ല എന്നൊരഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം എടുത്ത് നമ്മുടെ കൈകാലുകൾ അന്യ സ്ത്രീകളെ തൊടുന്നത് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ നമ്മുടെ വുളു മുറിയില്ല, തൊട്ടവരുടെ വുളുവേ മുറിയൂ എന്ന അഭിപ്രായം പിടിച്ചുകൊണ്ട് തവാഫ് പൂർത്തീകരിക്കലായിരിക്കും അഭികാമ്യം. അതല്ല, ഇനി ഒരാൾക്ക് വുളു എടുത്തിട്ട് വരാൻ സൗകര്യമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫാമിലി ആയിട്ട് ഒന്നിച്ച് തവാഫ് ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവ് സ്ത്രീയുടെ കൈ പിടിച്ചിട്ടോ സ്ത്രീ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ടോ, അതായത് പരസ്പരം തൊലികൾ സ്പർശിക്കുന്ന രൂപത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒന്നാമത്തെ തഹല്ലുൽ നമ്മൾ പറഞ്ഞതുപോലെ മിനയിൽ നിന്ന് കഴിഞ്ഞ് മുടിയെടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ സ്ത്രീക്ക് കയ്യിൽ ഗ്ലൗസ് ഇടാം. അപ്പോൾ പരസ്പരം കൈ പിടിച്ചു എന്നതുകൊണ്ട് പ്രശ്നമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാലിൽ സോക്സ് ധരിക്കാം. അപ്പോൾ അവൻ്റെ കാലിൽ ഇങ്ങോട്ട് വന്ന് ഇനി ഒരു സ്ത്രീ ചവിട്ടി, സോക്സ് ഇടാത്ത പെണ്ണ് ചവിട്ടി എന്നതുകൊണ്ട് അവൻ്റെ വുളു മുറിയുന്നതല്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതും അത്തരം സാധനങ്ങൾ കയ്യിൽ കരുതുന്നതും നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്തതിന് ശേഷം നേരത്തെ ഖുദൂമിൻ്റെ തവാഫിന് ശേഷം സഅയ് ചെയ്യാൻ സാധിക്കാത്തവർ ഈ തവാഫിന് ശേഷം സഅയ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ഖുദൂമിന് ശേഷം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മുത്തവഫിൻ്റെ ഗതി അനുസരിച്ച് നിലാമനുസരിച്ചാണ് ഞാൻ പോവേണ്ടത്. അപ്പോൾ തവാഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ആളുകൾ ഈ തവാഫ് ചെയ്തതിന് ശേഷം സഅയ് ചെയ്യണം. അത് നിർബന്ധമാണ്, മറക്കരുത്. ഓക്കെ, അങ്ങനെ തവാഫും സഅയും ചെയ്ത് അവർ വീണ്ടും മിനയിലേക്ക് മടങ്ങി വരുന്നു. ഇതിൻ്റെ സമയം ഈ തവാഫ് ഇനി അന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഈ തവാഫിൻ്റെ സമയവും എന്ത് വരുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തവാഫിൻ്റെ സമയം നേരത്തെ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് മരണം വരെ അതിന് സമയമുണ്ട്. മരണം വരെ ആ തവാഫിൻ്റെ സമയം ഉണ്ട്. ആ തവാഫിൻ്റെ സമയം ഒരാൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റില്ല, പിന്നീട് ചെയ്യാം. പക്ഷേ ഈ തവാഫ് ചെയ്തെങ്കിലേ സഅയ് ചെയ്തിട്ടില്ലെങ്കിൽ സഅയ് ചെയ്യാവൂ. മാത്രമല്ല അവരപ്പോഴേ ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി മുക്തരാവുകയും ഉള്ളൂ. ഭാര്യമാരുമായി ബന്ധപ്പെടൽ അടക്കമുള്ള പരിപാടികൾ, വിവാഹം കഴിച്ചു കൊടുക്കൽ, വിവാഹം കഴിക്കൽ പോലത്തതൊന്നും ഒക്കെ പ്രത്യേകം ഭാര്യമാരുമായി ബന്ധപ്പെടൽ അനുവദനീയമാകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, അത് മുഹറമാത്തുൽ ഇഹ്റാം എന്ത് എന്നുള്ള വിശദമായി നമ്മൾ എന്ത് ചെയ്യും അവിടെ പറയും ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിൽ ചെയ്ത് വീണ്ടും അവർ മിനയിലേക്ക് തിരിച്ചു വരുന്നു. ഇനി ചെയ്യേണ്ടത് 11, 12, 13 പകലും അതിൻ്റെ രാത്രികളിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തവാഫ് കഴിഞ്ഞു, സഅയ് ചെയ്യാത്തവർ സഅയും ചെയ്തു. ഇതോടുകൂടി കുറേയൊക്കെ ഹജ്ജിൻ്റെ റുക്നുകളും വാജിബാത്തുകളും ഏറെക്കുറെ പ്രവർത്തിച്ചു. ഹജ്ജിൽ നിന്ന് ഒന്നാമത്തെ തഹല്ലുൽ വിരാമം കുറിച്ചു. ഇനി അവർ മിനയിലേക്ക് തിരിച്ചു വരുന്നു. മിനയിൽ ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസത്തിൻ്റെ രാത്രികളിൽ ഭൂരിഭാഗവും മിനയിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ
പകുതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ഒരു രാത്രിയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് പകുതിയിലധികം മിനയിലുണ്ടായിരിക്കണം. അഥവാ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള രാത്രിയും 12-ൻ്റെ അന്നുള്ള രാത്രിയും 13-ൻ്റെ അന്നുള്ള രാത്രിയുമാണ് വേണ്ടത്. സാധാരണഗതിയിൽ 12-ൻ്റെ അന്ന് എറിയൽ കഴിഞ്ഞ് പോരുന്നവർ ഉണ്ടാവാം, അത് അനുവദനീയമാണ്. അപ്പോൾ 13-ൻ്റെ അന്നുള്ള രാത്രിയിലെ താമസവും എറിയലും നമുക്ക് ഒഴിവായി കിട്ടും, അത് പ്രശ്നമുള്ളതല്ല. മുത്തവഫ് അങ്ങനെ പോരുകയാണെങ്കിൽ പോരുകയില്ല, നിർവാഹമില്ല, അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമുള്ളതല്ല. അല്ല, ഒരാൾക്ക് അവിടെ നിന്നിട്ട് മുഴുവനും പൂർത്തീകരിക്കാൻ സാധിക്കുമോ എങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ, ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 രാത്രികൾ അയ്യാമു തശ്രീഖ് എന്നാണ് പറയൽ. ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളുടെ രാത്രി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അസ്തമിച്ച ആ രാത്രി. ഈ 3 രാത്രികൾ ഒരാൾ എന്ത് ചെയ്യണം? മിനയിൽ താമസിക്കണം. മിനയിൽ താമസിക്കുന്നതോടൊപ്പം അതിൻ്റെ പകൽ 11, 12, 13 ഈ ദിവസങ്ങളിൽ ജംറകളെ എറിയുകയും വേണം. അവിടെ എന്ത് ചെയ്യണം? അവിടെ 3 ജംറകളെയും മിനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിയിൽ വഴിക്കുകയായിക്കൊണ്ട്, ഒന്നാമത്തെ ജംറ നേരത്തെ നമ്മൾ പറഞ്ഞു, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, ഇതുകളെ തെർത്തീബ് നിലക്ക് വഴിക്കുകയായി ഓർഡർ അനുസരിച്ച് ആദ്യം ജംറത്തുൽ ഊല, പിന്നെ ജംറത്തുൽ ഉസ്ത, പിന്നെ ജംറത്തുൽ അഖബ, ഇതുകളെ വഴിക്കുകയായിട്ട് ഓരോ ജംറകളെയും 7 പ്രാവശ്യം എറിയേണ്ടതുണ്ട്. അപ്പോൾ ജംറത്തുൽ ഊലയിൽ പോകുന്നു, 7 പ്രാവശ്യം എറിയുന്നു. പിന്നീട് ജംറത്തുൽ ഉസ്തയിൽ വരുന്നു, അവിടെ എറിയുന്നു. പിന്നീട് ജംറത്തുൽ അഖബയിൽ വരുന്നു, അവിടെ 7 പ്രാവശ്യം എറിയുന്നു. ഇങ്ങനെ വൈക്കുക ഓർഡർ അനുസരിച്ച് ചെയ്യണം. ഇതിൽ ഓർഡർ തെറ്റിയാൽ അത് സ്വീകരിക്കുന്നതല്ല, മടക്കി രണ്ടാമത് ഓർഡർ അനുസരിച്ച് എറിയേണ്ടി വരും. നേരത്തെ പറഞ്ഞ ഏറിൻ്റെ അവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും ഈ ഏറിനും ബാധകമാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലുള്ള ഏറുകൾ 11, 12, 13 ദിവസത്തിലുള്ള ഏറിൻ്റെ സമയം കടക്കൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പെരുന്നാളിന് അന്നിൻ്റെ ഏറിൻ്റെ സമയം പെരുന്നാൾ രാത്രി അഥവാ 9 അറഫ ദിവസം അസ്തമിച്ച് രാത്രി പകുതി ആയത് മുതൽക്ക് തുടങ്ങി അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ നിൽക്കുന്നു എങ്കിൽ ഈ ഏറിൻ്റെ സമയം പ്രവേശിക്കുന്നത് ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ 11-ൻ്റെ ഏറിൻ്റെ സമയം 11-ൻ്റെ ഉച്ചയ്ക്ക് ളുഹർക്ക് ശേഷമാണ്. 12-ൻ്റേത് 12-ൻ്റെ ളുഹറിന് ശേഷമാണ്. 13-ൻ്റേത് 13-ൻ്റെ ളുഹറിന് ശേഷമാണ്. അപ്പോൾ അതത് ദിവസത്തെ ഏറുകൾ രാവിലെ ളുഹറിന് മുമ്പ് എറിയാവുന്നതല്ല, സമയം പ്രവേശിച്ചിട്ടില്ല. ആ സമയത്ത് രാവിലെ പോയി എറിഞ്ഞാൽ അന്നത്തെ ഏറ് സ്വീകാര്യമല്ല, കാരണം സമയം പ്രവേശിക്കാത്തത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എറിയേണ്ടത്. അവിടെ മുതൽക്ക് സമയം തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ 13-ൻ്റെ അസ്തമയം വരെ സമയമുണ്ട്, അതിൻ്റെ ഇടയിൽ എപ്പോഴും എറിയാവുന്നതാണ്. പക്ഷെ ഒരാൾക്ക് 2 or 3 ദിവസത്തെ ഏറുകളുണ്ടെങ്കിൽ ആദ്യം ഓരോ ദിവസത്തേതും പൂർണ്ണമായി വഴിക്കുകയായി 3 ഏറും എറിഞ്ഞതിന് ശേഷമേ രണ്ടാമത്തെ ദിവസത്തെ ഏറ് എറിയാവൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾക്ക് 11-ന് അന്ന് എറിയാൻ പറ്റില്ല, വല്ല കാരണവശാലും. അങ്ങനെ 12-ന് അന്നാണ് പോയി എറിയുന്നത് എങ്കിൽ ആദ്യം 11-ന് അന്നത്തെ ഏറ് ജംറത്തുൽ ഊലയിൽ നിന്ന് എറിഞ്ഞു. അവിടെ തന്നെ നിന്നുകൊണ്ട് ജംറത്തുൽ ഊലയെ 12-ാമത്തെ ദിവസത്തെ ഏറ് എറിഞ്ഞ് പിന്നെ 2-ൻ്റെ അരികത്ത് വന്ന് അവിടെയും അതുപോലെ എറിഞ്ഞ് 3-ൻ്റെ അടുത്ത് വന്ന് 3-ൻ്റെ അവിടെയും അങ്ങനെ എറിഞ്ഞാൽ അത് സഹിയാവില്ല. മറിച്ച് 11-ൻ്റെ ഏറ് അവിടെ നിന്ന് ആദ്യം ജംറത്തുൽ ഊലയിൽ എറിഞ്ഞ് പിന്നീട് ജംറത്തുൽ ഉസ്തയിൽ വന്ന് പിന്നീട് അഖബയിൽ എറിഞ്ഞതിന് ശേഷം 2-ാമത്തെ ദിവസത്തെ ഏറിന് വീണ്ടും അപ്പുറം മടങ്ങിച്ചെന്ന് അവിടെ നിന്ന് ഓർഡർ അനുസരിച്ച് എറിയേണ്ടതാണ് എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതോടുകൂടി ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ അർക്കാനുകളും അവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇത് പൂർണ്ണമായി ചെയ്യലോടുകൂടി ഒരാളെ സംബന്ധിച്ച് അയാൾ പൂർണ്ണാർത്ഥത്തിൽ ഹജ്ജിൽ നിന്ന് വിരമിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇതോടുകൂടി ഹജ്ജ് പൂർത്തിയായി. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഉണ്ടാകാവുന്ന ഹറാമായ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫിദിയകളുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്ന്, ഹജ്ജ് അവ്വൽ മുതൽ ആഖിർ വരെ ചെയ്തു. ഇതിൽ നിന്ന് വാജിബാത്ത് ഹജ്ജിൻ്റെ അർക്കാനുകൾ: 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3-ാമത്തേത് മുടിയെടുക്കുക, 4-ാമത്തേത് ഇഫാദത്തിൻ്റെ തവാഫ്
സഈ, പിന്നീട് ഓർഡർ അനുസരിച്ച് ചെയ്യുക. ഇതാണ് ഹജ്ജിൻ്റെ അർക്കാനുകൾ. വാജിബാത്തുകൾ ചെയ്യുന്ന ഇഹ്റാം മീഖാത്തിൽ നിന്നായിരിക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക. മൂന്നാമത്തേത് ജംറകളെ എറിയുക. നാലാമത്തേത് മിനയിൽ രാപ്പാർക്കുക. ഇതാണ് അർക്കാനുകൾ, അല്ല വാജിബാത്തുകൾ. ഇത്തരം കാര്യങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത്. മറ്റുള്ളതൊക്കെ സുന്നത്തുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഹജ്ജിൻ്റെ മുഹറമാത്ത്, ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.